ഭാഗ്യം എന്നത് ഒരു സമ്മാനമല്ല. ഭാഗ്യശാലികളുടെ 4 സുപ്രധാന ശീലങ്ങൾ നോക്കാം. റിലാക്സേഷൻ, വെറൈറ്റി, റെസിലിയൻസ്, കൈൻഡ്നെസ് ഉണ്ട്. ഭാഗ്യമുള്ളവരുടെ ജീവിതശൈലിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ശുഭാപ്തി വിശ്വാസം എന്നത്. വിജയം ഒരു സ്റ്റേഷനാണെങ്കിൽ ഭാഗ്യം ആ സ്റ്റേഷനിലേക്കുള്ള ഒരു പാതയാണ്. ഒരു പ്രത്യേക ലക്ഷ്യം നേടിയാൽ ഭാഗ്യവാനായി എന്ന് കരുതരുത്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വെഡിമിക്സ്. ടോമിജി നമസ്കാരം. നമസ്കാരം. ഭാഗ്യം വരുന്ന വഴികൾ അങ്ങനെ നമ്മുടെ അവസാനത്തെ 10ാമത്തെ എപ്പിസോഡിലേക്ക് കയറുകയാണ്. അവിടെ കാട് കയറിയ ഒരു കുതിരയുടെ കഥയുണ്ട്. ആ കുതിരയുടെ കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതെ, അടുത്ത എപ്പിസോഡിൽ എന്ന് പറഞ്ഞ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയതാണ്. ഭാഗ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കാട് കയറിയ ആ കുതിരയെ കുറിച്ച് പറയുന്നത് രസകരമായിരിക്കും. ഒരാൾക്കൊരു വളർത്തു കുതിര ഉണ്ടായിരുന്നു. ആ കുതിര ഈ മൃഗങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഈ കാട്ടുകുതിരകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് ആനകളെ കണ്ടില്ലേ, നാട്ടാനയൊക്കെ കാട്ടാനകളുടെ കൂടെ കൂട്ടം കയറി പോകുന്ന കണ്ടില്ലേ, അങ്ങനെ ഈ കുതിര കാട്ടിലേക്ക് കയറി അഴിച്ചുവിട്ടതാണത്. പുല്ല് തിന്നാനൊക്കെ ആയിട്ട് ഓടാനൊക്കെ ആയിട്ട് അഴിച്ചുവിട്ടതാണ്. ഈ കുതിര തിരിച്ചു വന്നില്ല. ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. സ്നേഹത്തോടെ പോറ്റി വളർത്തിയ കുതിരയാണ്. അപ്പൊ മകൻ എപ്പോഴും ആ കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന, അഭിമാനത്തോടെ പോയിരുന്ന ഒരു അസറ്റായിരുന്നു വെളുത്ത ഭംഗിയുള്ള ജടകളൊക്കെ ഉള്ള ആ കുതിര. ആ കുതിരയെ ഒരുപാട് അന്വേഷിച്ച ശേഷം അവസാനം ആ കുതിര അലഞ്ഞു തിരിഞ്ഞ് എവിടെയോ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരു ദിവസം ഇവർക്ക് ഒരു കറുത്ത കുതിരയെ കിട്ടി ഈ വീട്ടിലേക്ക്. അപ്പൊ കറുത്ത കുതിരയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കറുത്ത കുതിര ഇവരുടെ പറമ്പിലേക്ക്, ഈ തൊടിയിലേക്ക് കയറി വന്നത്. ഒരെണ്ണം കിട്ടി. അപ്പൊ ഇവര് വിചാരിച്ചത്, അപ്പൊ ആളുകളെല്ലാം പറഞ്ഞു, ഈ വെളുത്ത കുതിര ആദ്യം പോയപ്പോ അയ്യോ നല്ല മനോഹരമായ നല്ല ഭംഗിയുള്ള ഒരു കുതിരയായിരുന്നു, അവരുടെ ഒരു ഭാഗ്യമായിരുന്നു ആ കുതിര എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഈ കറുത്ത കുതിര വന്നപ്പോ പറഞ്ഞു, ആ വെളുത്ത കുതിര പോയത് എത്ര നന്നായി, ഇപ്പൊ അവർക്കൊരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് സ്റ്റാലിയനെ കിട്ടിയല്ലോ എന്ന്. മനസ്സിലായില്ലേ? അവർ ബ്ലാക്ക് സ്റ്റാലിയനിൽ കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെ ഈ കറുത്ത കുതിര ഒരു വലിയ ഭാഗ്യത്തിന്റെ ചിഹ്നമായിട്ട് ആൾക്കാർ കണ്ടു. ആദ്യം പോയത് ഒരു നിർഭാഗ്യമായി കണ്ടപ്പോൾ ഇവിടെ ഒരു ഭാഗ്യത്തിന്റെ ചിഹ്നമായി കണ്ടു. എന്തായാലും ഈ കറുത്ത കുതിരയെ ഇവര് മെരുക്കാനൊക്കെ നോക്കി. നല്ല ശ്രമകരമായിട്ടുള്ള അതിനെ പതുക്കെ മെരുക്കി എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം ഈ കറുത്ത കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഇയാളുടെ മകൻ, ഈ ഫാർമറുടെ മകൻ, അവൻ അത്യാവശ്യം നല്ല സഞ്ചാരിയാണ്, കുതിരപ്പ് സവാരി അറിയാം. പക്ഷെ കുതിര തെറിച്ച കുതിരയല്ലേ, മെരുങ്ങാൻ ഭയങ്കര പാടാണ് കറുത്ത കുതിരകൾ. അങ്ങനെ ഈ കുതിരപ്പുറത്ത് തെറിച്ചു വീണു. ഇവന്റെ കാലൊടിഞ്ഞു, കാലിന് പരിക്കേറ്റു. ഈ കുതിര കാട്ടിലേക്ക് ഓടി മറഞ്ഞു. അപ്പൊ എല്ലാരും പറഞ്ഞു, എന്തൊരു നിർഭാഗ്യമായി പോയി. ആ വെളുത്ത കുതിര ആദ്യം പോയി, ഭാഗ്യക്കേട്. പിന്നെ ഒരു കറുത്ത കുതിര വന്നു, നമ്മളത് ഭാഗ്യമാണെന്ന് വിചാരിച്ചു. അപ്പോണ്ട് അതിനേക്കാൾ വലിയ നിർഭാഗ്യമായിട്ട് ഇതിങ്ങനെ പോയിരിക്കുന്നു. അപ്പോ ഇവൻ കാലൊടിഞ്ഞ് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അറിയിപ്പ് വരുന്നത്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള 20 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകളും, ചെറുപ്പക്കാരും അടിയന്തരമായി നിർബന്ധിതമായി സൈനിക സേവനത്തിൽ ഏർപ്പെടണം, യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടണമെന്ന്. കാല് ഒടിഞ്ഞു കിടക്കുന്ന ഈ മകന് പോകാൻ കഴിയുമോ? ഇല്ല. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്റെ മകൻ പരിക്കേറ്റ് കിടക്കുകയാണെന്ന്. ആളുകൾ പറഞ്ഞു, എത്ര ഭാഗ്യവാനാണ് അയാൾ. ഒരുപക്ഷെ ഈ യുദ്ധക്കളത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ മകൻ മരിച്ചു പോയേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എല്ലാ അച്ഛന്മാരെ പോലെയും അമ്മമാരെ പോലെയും വിഷമിച്ചിരിക്കേണ്ട ആവശ്യം ഇനിയിപ്പം ആ ഫാർമർക്കില്ലല്ലോ, ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് എല്ലാ മക്കളും പ്രായമുള്ളവര് യുദ്ധക്കളത്തിലേക്ക് പോയതിന്റെ തൊട്ട് പിന്നാലെ കാട്ടിലേക്ക് പോയ, കൂട്ടം തെറ്റിപ്പോയ ആ വെളുത്ത കുതിര തിരിച്ചു വന്നു. വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു, ഇയാൾ എത്ര ഭാഗ്യവാനാണ് എന്ന്. അപ്പം ഒരു കാര്യം നമുക്ക് ഭാഗ്യമാവുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് വേറൊരാൾക്കത് നിർഭാഗ്യമായിട്ട് തോന്നുന്നു. പിന്നെയും അത് ഭാഗ്യമായി വരുന്നു. പിന്നെ നമുക്ക് പറ്റുന്ന അപകടങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഭാഗ്യമായിട്ട് വരും, അല്ലെ? നമ്മളെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഭാഗ്യമുള്ളവരുടെ ജീവിത ശൈലിയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. സതീഷ് സജീവ് ഏതായാലും ഒരു കുതിരയായിട്ട് നല്ല പുള്ളിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഈ കുതിര, അല്ലേ? അല്ല, ഞാനത് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്, എത്ര വേർഷനിലാണ് ഇതിന്റെ ആ ഒരു ഭാഗ്യം വന്നുപോയെന്ന്. ആ ഒരു കഥയിൽ തന്നെ സതീഷ് ഒരു കുതിര മേടിക്കും. കുതിര മേടിച്ചോളൂ, വണ്ടി വാങ്ങിക്കുന്ന ആളാ, കുതിര വണ്ടി, അല്ലേ? എന്നാൽ അതെ, പലപ്പോഴും അങ്ങനെയാണ്, ബാക്ക് ടു ബാക്ക് ആണ്. ഇതാ എപ്പോഴും പറയുന്നത്, ഒരു നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഷയത്തിലേക്ക്, അതായത് ഭാഗ്യമുള്ളവരുടെ ജീവിതശൈലിക്ക് കടക്കുമ്പോൾ ഈ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ റിച്ചാർഡ് വൈസ്മാൻ അദ്ദേഹം നടത്തിയ പഠനങ്ങൾ ഈ ആശയങ്ങളെ ശരിവെക്കുകയാണ്. ഭാഗ്യമുള്ളവർ എന്ന് നാം വിളിക്കുന്നവർ അറിയാതെ തന്നെ ചില പ്രത്യേക പെരുമാറ്റ രീതികൾ ജീവിതത്തിൽ പിന്തുടരുന്നുണ്ട്. ഇവർ വെറുതെ അല്ല ഇത് ചെയ്യുന്നത്. അവർ ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ
പ്രകടിപ്പിക്കുന്നുണ്ട്, പിന്തുടരുന്നുണ്ട് അവരുടെ ജീവിതശൈലി. അവർ അവസരങ്ങളുടെ ഒരു ശൃംഖല തന്നെ നിർമ്മിക്കുന്നുണ്ട്. അവസരങ്ങളുടെ ശൃംഖല, അതാണ് ഒരു വലിയ നെറ്റ്വർക്ക് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭാഗ്യമുള്ളവർ ഒരു പ്രത്യേക സോഷ്യൽ മാഗ്നറ്റായി പ്രവർത്തിക്കുന്നു. അവർ സോഷ്യൽ മാഗ്നറ്റ്, കാന്തം പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ ജീവിതശൈലി, ഇവർ പുതിയ ആളുകളെ പരിചയപ്പെടാൻ ഒരു മടിയും കാണിക്കില്ല. കയറി അങ്ങ് ഇടിച്ചു കയറി അങ്ങ് പരിചയപ്പെടും. ഇവർ ഒരു മുറിയിൽ കയറുമ്പോൾ പുഞ്ചിരിയോടെയും തുറന്ന ശരീരഭാഷയോടെയും ഇടപെടും. എപ്പോഴും ഓപ്പണായിട്ട് പുഞ്ചിരിയോടെയും ഓപ്പണായിട്ടുള്ള ശരീരഭാഷ, അടഞ്ഞ ശരീരഭാഷ ആയിരിക്കില്ല അവർക്ക്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിൽ നമ്മളിത് വളരെ കാര്യമായി പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് അടഞ്ഞ ശരീരഭാഷയും തുറന്ന ശരീരഭാഷയും. ഞാനിപ്പോൾ ഇരിക്കുന്നത് തുറന്ന ശരീരഭാഷയിലാണ്. അപ്പൊ ഇങ്ങനെ പിടിച്ചിരുന്നാൽ ഇത് അടഞ്ഞ ശരീരഭാഷയാണ്. ഏതോ മാനസിക സമ്മർദ്ദത്തിൽ ഞാൻ വശംബദ്ധനായിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അപ്പം ഇത് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട്, ഒരു സ്വീകാര്യത നഷ്ടപ്പെട്ടു പോകും. അപ്പൊ തുറന്ന ശരീരഭാഷയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തുറന്ന ഒരു ശരീരഭാഷയുള്ള ജീവിതശൈലിയും പുഞ്ചിരിയോടെ ആയിരിക്കും അവർ എവിടെയും പ്രത്യക്ഷപ്പെടുക. ഒരു മാഗ്നറ്റായി അവർ പ്രവർത്തിക്കും. അതിന്റെ ഫലം എന്താണ്? കൂടുതൽ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ കൂടുതൽ വിവരങ്ങളും അവസരങ്ങളിലും അവരിലേക്ക് ഒഴുകിയെത്തുന്നു. ഇതിനെയാണ് ഭാഗ്യമെന്ന് നാം പലപ്പോഴും വിളിക്കുക. സഹജ അവബോധമുണ്ട്, ലിസണിങ് ടു ഇൻഡ്യൂഷൻ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അവർക്ക്. ഭാഗ്യമുള്ളവർ കേവലം യുക്തി മാത്രമല്ല, ലോജിക്ക് മാത്രമല്ല, അവരുടെ ഉള്ളിലെ ശബ്ദം, ഒരു ഗട്ട് ഫീലിംഗ് അവർക്ക് അത് കൂടുതൽ ശ്രദ്ധിക്കും. അവരുടെ ഉള്ളില് മന്ത്രിച്ചുകൊണ്ടിരിക്കും. അത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അതെന്തോ എനിക്ക് അങ്ങോട്ട് ശരിയായില്ല, ഉള്ളിൽ പറയും അത് വേണ്ട കേട്ടോ, നോ, അല്ലെങ്കിൽ യെസ് ഇതാണ് അവസരം. ഉള്ളിൽ നിന്ന് ആരോ ഒരു വേറൊരാള് നമ്മളോട് പറയുന്ന പോലെ ഉണ്ടാവും. ഇവർ മെഡിറ്റേഷൻ പോലെയുള്ള മനസ്സിനെ ശാന്തമാക്കുന്ന ശീലങ്ങൾ ജീവിതശൈലിയുടെ ഭാഗമാക്കും. മെഡിറ്റേഷൻ അത് ജീവിതശൈലിയുടെ ഭാഗമാണ് അവർ ആക്കുന്നത്. ഇവരുടെ ജീവിതശൈലി അങ്ങനെയായിരിക്കും. ഓപ്റ്റിമിസം ആസ് എ ചോയ്സ് എന്ന് പറയും. ശുഭാപ്തി വിശ്വാസം ഒരു തെരഞ്ഞെടുപ്പാണ്. ശുഭാപ്തി വിശ്വാസം സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പാണ്. ഭാഗ്യമുള്ളവരുടെ ജീവിതശൈലിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ശുഭാപ്തി വിശ്വാസം എന്നത്. ഇവർക്ക് നിർഭാഗ്യകരമായ കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ സാധ്യത കുറവായിരിക്കും എന്നല്ല, നിർഭാഗ്യ കാര്യങ്ങൾ സംഭവിക്കില്ല എന്നല്ല, മറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളിലെ വെള്ളിരേഖ കണ്ടെത്താൻ ഇവർക്ക് കഴിയുന്നു. ഈ വെള്ളിരേഖ എന്ന് പറയുന്നത് അതിന്റെ സാധ്യത കണ്ടെത്താൻ അവർക്ക് കഴിയുന്നു. ഒരു പരാജയമുണ്ടായാൽ അതിന് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നല്ല, എന്റെ ഭാഗ്യം ഇതിലും വലുതായൊന്നും സംഭവിച്ചില്ലല്ലോ, ഭാഗ്യം ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, ഒരു വണ്ടിയുടെ ഒരു സൈഡിലൊന്നും വരഞ്ഞല്ലേ ഉള്ളൂ, എനിക്ക് വേറെ അപകടമൊന്നും പറ്റിയില്ലല്ലോ എന്ന രീതിയിലാണ് അവർ ചിന്തിക്കുക. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്, അതാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. അപ്പം ഇതിനെ കൗണ്ടർ ഫാക്ച്വൽ തിങ്കിങ് എന്നാ പറയുക. അവർ ഉടനെ തന്നെ അതിന്റെ അടുത്ത തിങ്കിങ് ആണ്, അടുത്ത കാര്യം വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാ ആലോചിക്കുക. തുറന്ന മനസ്സുണ്ട്, എപ്പോഴും ഒരേ പാതയിലൂടെ സഞ്ചരിക്കാതെ ചിലപ്പോൾ വഴിമാറി നടക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ഭാഗ്യശാലികൾ തയ്യാറാവും. ഒരേ വഴിയിലൂടെ പോവില്ല, ഇടയ്ക്കിടയ്ക്ക് വഴിമാറി പോകും. ഡോക്ടർ സണ്ണി സൈക്കോളജിയുടെ പല മേഖലകളിലൂടെയും സഞ്ചരിക്കും. അങ്ങനെയാണ്. ഈ വൈവിധ്യമാണ് ഭാഗ്യത്തിന് വഴിയൊരുക്കുന്നത്. അച്ചടക്കമുള്ള ദിനചര്യയുണ്ട് അവർക്ക്. ഭാഗ്യം ഒരു ഭാഗ്യക്കുറി പോലെ വരുന്നതല്ല എന്ന് അവർക്കറിയാം. അതിനാൽ കൃത്യമായ ഉറക്കവും വ്യായാമവും വായനയും ഒക്കെ അവരുടെ ജീവിതശൈലിയുടെ ഭാഗമാണ്. നിങ്ങൾ വിജയിച്ചവരുടെ ഒക്കെ ജീവിതശൈലി പരിശോധിച്ച് നോക്കിക്കൊള്ളൂ, ആരെ വേണമെങ്കിലും പരിശോധിച്ച് നോക്കിക്കൊള്ളൂ, അവിടെയൊക്കെ ഇത് കാണാം. ഈ വായനയും ഈ വ്യായാമവും കൃത്യമായ ഉറക്കവും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ വിശ്വാസങ്ങളെ തിരുത്തും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കടന്നു വരുമ്പം ഈ ആളുകളുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമ്മൾ ഈ ഭാഗ്യം എന്ന് പറയുന്നത് മറ്റെന്തോ ആയിരുന്നു എന്ന നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ അത് തിരുത്താൻ സഹായമാവും. ഭാഗ്യശാലികളുടെ 4 സുപ്രധാന ശീലങ്ങൾ നോക്കാം. റിലാക്സേഷൻ, പിരിമുറുക്കം കുറഞ്ഞ മനസ്സിനെ അവസരങ്ങൾ കാണാൻ കഴിയുകയുള്ളൂ, അതവർക്ക് അറിയാം. വെറൈറ്റി, ഒരേ കാര്യങ്ങൾ ആവർത്തിക്കാതെ ജീവിതത്തിൽ വൈവിധ്യം കൊണ്ടുവരിക. റെസിലിയൻസ്, വീഴുമ്പോൾ തളരാതെ വേഗത്തിൽ എഴുന്നേൽക്കും, വീണിടുന്ന എത്രയും വേഗത്തിൽ എഴുന്നേൽക്കും. കൈൻഡ്നെസ് ഉണ്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് സ്വന്തം ഭാഗ്യം വർദ്ധിപ്പിക്കും എന്നവർ തിരിച്ചറിയുന്നു. മറ്റുള്ളവർക്ക് എത്രത്തോളം നന്മ ചെയ്യുന്നോ അത്രത്തോളം തന്നിലേക്ക് ഭാഗ്യം വരും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ സാരം ഇതാണ്: ഭാഗ്യം എന്നത് ഒരു സമ്മാനമല്ല, അതൊരു ഗിഫ്റ്റ് അല്ല, അതൊരു ജീവിത രീതിയാണ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ജീവിത രീതിയാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നത്. അത് നിങ്ങളെ ജീവിത രീതി അനുസരിച്ചിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ ലോകം ശരിയാക്കിയാൽ പുറത്തെ ലോകം ഭാഗ്യമുള്ളതായി മാറും. അകത്തെ ലോകം ശരിയാക്കിയാൽ പുറത്തെ ലോകവും ഭാഗ്യമുള്ളതായി മാറും. അകത്തുള്ളത് അത്രയും പുറത്ത് എന്ന് പറയും, ബൈബിൾ വാക്യമുണ്ട്. അതുപോലെയാണ്
ഒടുവിലായി ഭാഗ്യം ഒരു ജീവിത ദർശനം എന്നാ പറയുക. ഭാഗ്യത്തെ ഒരു ജീവിത ദർശനം എന്നാ പറയുക. ഭാഗ്യം എന്നത് നേടിയെടുക്കേണ്ട ഒന്നല്ല, മറിച്ച് അതൊരു ജീവിത വീക്ഷണമാണ് എന്നാണ്. ഭാഗ്യം നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നല്ല, അതൊരു ജീവിത വീക്ഷണമാണ്. നാം ലോകത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവോ ലോകം നമുക്ക് മുന്നിൽ അങ്ങനെ തന്നെ വെളിപ്പെടുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിന്നിലുള്ളത് നിന്നിലേക്ക് വരുന്നു എന്നത്. കാഴ്ചപ്പാടാണ് ഭാഗ്യം. ഇപ്പൊ ഷാജി ജോണിന്റെ കാഴ്ചപ്പാട്, അതാണ് ഷാജി ജോണിന്റെ ഭാഗ്യം എന്ന് പറയുന്നത്. പെർസ്പെക്റ്റീവ് ഈസ് ലക്ക് എന്നാണ് പറയുക. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓരോ ഈവൻസ് ആണല്ലോ, ഓരോരോ പരിപാടികൾ, അത് നിഷ്പക്ഷമായാണ് അവർക്ക് ഭാഗ്യം എന്നോ നിർഭാഗ്യം എന്നോ പേരിടുന്നത് നമ്മളാണ്. ജീവിതത്തിൽ ഓരോ ഇൻസിഡന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മളാണ് അതിന് പേരിടുന്നത്. അത് ഭാഗ്യം എന്ന് പറയുന്നത്. കാട് കയറിയ കുതിരയുടെ കഥ പറഞ്ഞില്ലേ, അത് ആളുകൾക്ക് ആദ്യം ഭാഗ്യമായി തോന്നി, പിന്നെ നിർഭാഗ്യമായി തോന്നി, പിന്നെ നിർഭാഗ്യം എന്ന് പറയുന്നത് ഭാഗ്യമായി തോന്നി, മാറിയല്ലോ. അപ്പൊ നമ്മളാണ് ആ പേരുകൾ ഇടുന്നത്. കാഴ്ചപ്പാടാണ് ഭാഗ്യം. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമാണ്, അവർക്ക് ഭാഗ്യമെന്നോ നിർഭാഗ്യമെന്നോ പേരിടുന്നത് നമ്മളാണ്. ദർശനമുണ്ട്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവന് നിർഭാഗ്യം എന്നത് ഒരു പുതിയ തുടക്കം മാത്രമാണ്. ഒരു വാതിൽ അടയുമ്പോൾ വേറൊരു വാതിൽ തുറക്കും. മനോഭാവം എന്താണ്? തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ തൻ്റെ അധ്വാനത്തിലും സ്വഭാവത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾ സ്വാഭാവികമായും ഭാഗ്യശാലിയായി മാറുകയാണ്. നന്ദിയുള്ള ഹൃദയം, ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സാമാന്യം നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത്. ഭാഗ്യമുള്ളവരുടെ ജീവിത ദർശനത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത്, നന്ദി എന്നത്. ഇതാണ് അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. തനിക്ക് ലഭിച്ച ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെപ്പോലും നന്ദിയോടെ കാണുന്നവർക്ക് കൂടുതൽ വലിയ കാര്യങ്ങൾ ആകർഷിക്കാൻ കഴിയുമെന്ന് ആധുനിക മനഃശാസ്ത്രവും പഠനങ്ങളും പറയുന്നു. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇപ്പൊ എന്റെ കാര്യം, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ, മറ്റു ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുമ്പോഴൊക്കെ അത് പഠിപ്പിച്ച എല്ലാ ആൾക്കാരും എനിക്ക് ആ സമയത്ത് ഓർമ്മ വരും. ഒരു പ്രത്യേക രുചി, ആദ്യമായിട്ട് എനിക്കത് വിളമ്പി തന്ന ഒരാളെ എനിക്ക് ഓർമ്മ വരും. ഒരു വാക്ക്, അല്ലെങ്കിൽ അതെന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച ഒരാളെ. ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അതെന്നെ ഈ പുഷപ്പ് ചെയ്യുന്ന കാര്യം വരുമ്പോൾ അപ്പം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം എനിക്ക് ഓർമ്മ വരും. ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതിലൂടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡാണ് പ്രകടിപ്പിക്കുന്നത്. അതൊരു ശീലമാണ്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ഒരു കാര്യത്തോട് ചേർത്ത് നമ്മളെ അത് ആദ്യം പഠിപ്പിച്ച ഒരാളെ ചേർത്ത് വെച്ച് മനസ്സിലങ്ങ് ഉറപ്പിച്ചേക്കുക. വീണ്ടും നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ അതേ കാര്യം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡെ ഓർക്കും. പലപ്പോഴും ആൾക്കാർക്ക് നന്ദിയില്ലാത്ത ആളുകളായിട്ട് പലരും മാറുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ട് പിന്നെ കൊച്ചു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പണത്തിന്റെ കാര്യത്തിലൊക്കെ കണക്ക് പറയുകയും തർക്കിക്കുകയും ചെയ്തിട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അപ്പം ഈ കേൾക്കുന്ന ആൾക്കാർക്ക് വലിയ വേദന ഉണ്ടാക്കും. ഈ സഹായത്തിനൊന്നും ഒരു വിലയില്ല എന്ന് പറയും. അപ്പം നന്ദി വേണോടാ, നന്ദി എന്ന് പറയില്ലേ? ഇതാണ് കാര്യം എന്ന് പറയുന്നത്. തനിക്ക് ലഭിച്ച ചെറിയ അനുഗ്രഹങ്ങൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ചൂടുള്ള കോഫി കഴിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ദിൽന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. കോഴിക്കോട് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള സക്കീർ ഹുസൈൻ ഉണ്ട്. മർമറിറ്റാലിയ പോയിട്ടുണ്ടല്ലോ, വന്നിട്ടില്ല. മർമറിറ്റാലിയയിൽ ജോലി ചെയ്യുന്ന ദിൽന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, വയനാട്ടിലുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പം ആ കുട്ടി കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ഈ ഇൻസ്റ്റന്റ് കോഫി ഉണ്ടല്ലോ, ആ കോഫി ഇങ്ങനെ കഴിക്കും. കോഫി കഴിക്കുമ്പോൾ നല്ല ചൂടുള്ള കോഫിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ ഇത് ഇത്രയും ചൂടുള്ള കോഫി ഇങ്ങനെ സ്ഥിരം കഴിക്കും? ഞാൻ പറഞ്ഞു, ഞാൻ കഴിക്കും. അപ്പം ഒരു കാര്യം പറയട്ടെ. എന്താണ് കുട്ടി? അപ്പൊ ഒരു സ്പൂൺ എടുത്തിട്ട്, വിരോധം അല്ലെങ്കിൽ കൈ ഒന്ന് നീട്ടാമോ? കൈത്തണ്ട നീട്ടി സ്പൂൺ എടുത്തിട്ട് ആ സ്പൂണിൽ നിന്നും ഒരു സ്പൂൺ കോഫി എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിക്കാൻ നോക്കുമ്പോൾ ഞാൻ പറയും, അയ്യോ ഒഴിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒഴിച്ചു. കുറച്ചൊന്ന് പൊള്ളി. അപ്പൊ സോറി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താ ചെയ്തതെന്ന് ചോദിച്ചു. സാർ, ഈ കഴിക്കുന്ന കോഫി നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ അന്നനാളമാണ്, നമ്മുടെ പിന്നെ ഗട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിനാണ്, നമ്മുടെ കുടൽ എന്ന് പറയുന്നത്. ഈ അന്നനാളത്തിലൂടെ, ഈ കുടലിലൂടെ ഇത് പോയിട്ട് ചെറിയ നല്ല ചൂടുള്ള കോഫി ചായ കഴിക്കുമ്പോഴല്ലോ ഒരു ചെറിയ ഒരു സുഖമുള്ള വേദന എന്ന് ആളുകളൊക്കെ പറയും. ഒരു ചെറിയ വേദന പൊള്ളി ഇറങ്ങുക. ഇത് പൊള്ളി ഡെയിലി പൊള്ളുകയാണ്. അന്നനാള ക്യാൻസർ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഏറ്റവും കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ, ഡാർജിലിംഗ് പോലുള്ള സ്ഥലങ്ങളിൽ, ഊട്ടി പോലുള്ള, കൊടൈക്കനാൽ പോലുള്ള, വയനാട്, പിന്നെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ അന്നനാള ക്യാൻസറുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. എന്താ കാരണം? ഈ കോഫി, ഇങ്ങനെ ചൂടുള്ള കോഫിയും ചായയും കുടിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അന്ന് മുതൽ 40% തണുക്കാതെ ഞാൻ കുടിക്കില്ല. അന്ന് മുതൽ 40%, 50% എന്തായാലും നേരെ പകുതി തണുക്കാതെ കുടിക്കുകയില്ല. അത് ഓരോ തവണ കുളിക്കുമ്പോഴും ഈ ദിൽന എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ ഞാൻ ഓർക്കും. ഇപ്പൊ ഞാനൊരു ചായ കുടിക്കുമ്പോൾ, ഇന്ന് നമ്മൾ കട്ടൻ ചായ കുടിച്ചില്ലേ, അപ്പോഴും ഞാൻ ഓർത്തു.
ഇനിയിപ്പോ നമ്മള് ചൂട് ചായയും ചൂട് കാപ്പിയും കുടിക്കുമ്പോൾ രോമിച്ചിട്ടുണ്ടോ? അല്ല ഞാൻ പറയുന്നത് ഇത് അത് മാത്രമല്ല, എന്നെ ഓർക്കുന്നത് മാത്രമല്ല, ഇത് കുടിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. വളരെ ലക്ഷക്കണക്കിന് ഭയങ്കര ചൂടിലാണ് കഴിക്കുക, ഒട്ടും ശ്രദ്ധിക്കാതെ. അപകടകരമായ ഒന്നാണ്. അല്ല, ചൂട് കഴിക്കണത് ഒരു സംഭവമായിട്ടാണ്. കാരണം അത് അനുഭവിച്ചത്, അത് ശീലമായി. നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ കഴിക്കും, വാ പൊള്ളി പോയില്ലേ, എന്നിട്ടും വായൊക്കെ പൊള്ളിപ്പോവും. അപ്പൊ ഇവിടുത്തെ കാര്യം വാ പൊള്ളി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ? ഒറ്റ ഇറക്കലാണ്. അപ്പൊ ഇതിനേക്കാളും അപകടം അകത്തേക്ക് പോകുന്നത്, വായക്കാലും. അപ്പൊ വായിലെ തൊലിയൊക്കെ പോകും. അപ്പൊ അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ അതുപോലെ തന്നെ ഞാനൊരു ടിപ്പ് പറയാം. നമ്മുടെ ഇതില്ലേ, നമ്മൾ ടീ കഴിക്കുമ്പോൾ ഗ്രീൻ ടീയുടെ കൂടെ നമ്മൾ പലപ്പോഴും ഹണി ചേർത്ത് കഴിക്കും. ഹണി ചേർത്ത് കഴിക്കുമ്പോൾ ഗ്രീൻ ടീയുടെ ഒപ്പം തിളച്ച വെള്ളത്തിൽ ഒരിക്കലും ഹണി ഉപയോഗിക്കാൻ പാടില്ല. അത് പോയിസണായി മാറും. ഹണിയിലെ പോയിസൺ ആയിട്ട് അത് മാറും. എല്ലാ ഗുണങ്ങളും പോവും. ഒരു 40% ചൂട് ആറിയ ശേഷം അതിലേക്ക് ഒഴിക്കാവൂ. അല്ലെ, ഗ്രീൻ ടീയുടെ കൂടെ ഹണി നമ്മുടെ കഫേ കോഫി അത് ചൂടുള്ള തിളച്ച വെള്ളത്തിൽ ചേർക്കാൻ പാടില്ല. തെറ്റാണത്, ചെയ്യാൻ പാടില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കോളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്ക് ഹണിയുടെ ബിസിനസ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ പലപ്പോഴും നമ്മളൊരു കഫേ കോഫി ടേലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ചെറിയ ട്യൂബിൽ കൊണ്ട് തരാറുണ്ട്. അതെ, അത് ചൂടുള്ളതിലേക്ക് ഒഴിക്കരുത്. അവരൊഴിച്ച് തരുന്നതെന്നല്ല, നമ്മൾ ഒഴിക്കരുത്. തണുത്ത ശേഷം ഒരു 40% ചൂട് പോയതിനു ശേഷം പകുതിയെങ്കിലും താഴെ പോയ ശേഷം ചെയ്യാവൂ. അത് ചെയ്യരുത്. അതുപോലെ തന്നെ ഹണി ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. എൻസൈംസ് ഒക്കെ പോവും, അതിന് ഗുണങ്ങളെല്ലാം പോവും. അത് പുറത്തേ വെക്കാവൂ എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പൊ പരാതി പറയുന്ന മനസ്സ് ദരിദ്രമാണ്, നന്ദിയുള്ള മനസ്സ് സമൃദ്ധമാണ്. അബണ്ടൻസ് ഉണ്ട് ആ മനസ്സിൽ, നന്ദി പറയുന്നിടത്ത്. അപ്പോ ഈ സമൃദ്ധിയിൽ നിന്നാണ് യഥാർത്ഥ ഭാഗ്യം ജനിക്കുന്നത്. ഈ സമൃദ്ധിയിൽ നിന്നാണ് യഥാർത്ഥ ഭാഗ്യം ജനിക്കുന്നത്. ഭാഗ്യം ഒരു അനന്തമായ യാത്രയാണ് എന്ന് പറയും, ഒരു ജേണിയാണ്. വിജയം ഒരു സ്റ്റേഷനാണെങ്കിൽ ഭാഗ്യം ആ സ്റ്റേഷനിലേക്കുള്ള ഒരു പാതയാണ്. ഒരു പ്രത്യേക ലക്ഷ്യം നേടിയാൽ ഭാഗ്യവാനായി എന്ന് കരുതരുത്. നമ്മളൊരു ലക്ഷ്യം നേടിയെടുത്താൽ ഞാനൊരു ഭാഗ്യവാനായി എന്ന് കരുതരുത്. മറിച്ച് ഓരോ ദിവസവും ശരിയായ ചിന്തയോടെയും ഉണർവോടെയും ജീവിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭാഗ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും ശരിയായ ചിന്തയോടെയും ഉണർവോടെയും ജീവിക്കാൻ കഴിയുക, ആക്റ്റീവായിട്ട് എനർജിയോടെ ആരോഗ്യപരമായി ജീവിക്കാൻ കഴിയുക എന്നതും ഭാഗ്യമാണ്. പരാജയങ്ങൾ തളരാതെയും വിജയങ്ങളിൽ അഹങ്കരിക്കാതെയും മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥയാണ് ഇത് കാണുന്നത് പ്രേക്ഷകർ ഒരുപക്ഷെ നേടേണ്ടത്. നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ നേടേണ്ടത് എന്താണ്? പരാജയങ്ങളിൽ തളരാതിരിക്കുക, വിജയങ്ങളിൽ അഹങ്കരിക്കാതെയും ഇരിക്കുക, മുന്നോട്ട് പോകാനുള്ള ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയാണ് നേടിയെടുക്കേണ്ടത്. അതാണ് അവർക്ക് നൽകുന്ന ആത്യന്തികമായ ഭാഗ്യം എന്ന് പറയുന്നത്. ഈ എപ്പിസോഡുകളൊക്കെ കണ്ട ആളുകൾക്ക് ലഭിക്കുന്ന ആത്യന്തികമായ ഭാഗ്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇത് അവരുടെ ഒരു പ്രിപ്പറേഷനുമാണ്. ഈ എപ്പിസോഡുകൾ കാണാന്നുള്ള അവരുടെ പ്രിപ്പറേഷനാണ്. അത് നിരന്തരമായി അത് മുഴുവൻ അവർക്ക് കണ്ടാൽ ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു മൈൻഡ് സെറ്റിലേക്ക് അവർ മാറും. നമ്മുടെ ഭാഗ്യത്തെ നമുക്ക് കണ്ടെത്താം. നമ്മുടെ ഭാഗ്യത്തെ കണ്ടെത്താം. നമ്മൾ മറ്റൊന്നും ഓഫർ ചെയ്യുന്നില്ലല്ലോ. അപ്പം മാസ്റ്ററി ഓഫ് സെൽഫാണ്. മാസ്റ്ററി ഓഫ് സെൽഫ്. അതെങ്ങനെയാണ് മാസ്റ്ററി എന്ന്? ലോകത്തെ മാറ്റുന്നതിന് മുമ്പ് സ്വയം മാറാൻ തയ്യാറാവുക. ലോകത്തെ മാറ്റുന്നതിന് മുമ്പ് സ്വയം മാറുക. ലോകത്തെ നന്നാക്കാൻ നടക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യം സ്വയം നന്നാവുക. നിങ്ങളുടെ ഉള്ളിലെ മാറ്റം നിങ്ങളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും പ്രതിഫലിക്കും. ആടുതോമയോട് ശങ്കരാടി ചേട്ടൻ മജിസ്ട്രേറ്റ് പറഞ്ഞ പോലെയാണ്, ശീലമുള്ളവർ അകട്ടിൻ ചുവട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്നില്ലേ, ഏതായാലും സ്പടിയത്തിൽ പറയുന്നില്ലേ, നല്ല ബുദ്ധിയെ കൊണ്ട് കാര്യമുണ്ട്, പക്ഷെ പകതിരിവ് വട്ട പൂജ്യം. ആദ്യം അത് പഠിച്ചിട്ട് ആണ് അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ നമ്മൾ ആദ്യം മാറാൻ തയ്യാറാവുക, മറ്റുള്ളവരെ മാറ്റുന്നതിന് മുമ്പ്. അത് നന്നാക്കിയേക്കാം എന്ന് വിചാരിച്ച് ലോകത്തെ നന്നാക്കാൻ ഇറങ്ങുമ്പോൾ സ്വയം നന്നായിട്ട് വേണം ലോകത്തെ നന്നാക്കാൻ. ഓതന്റിസിറ്റി വേണം. സത്യസന്ധമായി ജീവിക്കുകയും തനിമയോടെ പെരുമാറുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യത്തിന്റെ പിന്തുണ എപ്പോഴും ഉണ്ടാവും. ഇവിടെ എല്ലായിടത്തും ഈ കീവേഡുകൾ കയറി വരും. സത്യസന്ധത, തനിമയോടെ പെരുമാറ്റം ഒക്കെ. ഓതന്റിസിറ്റി. പ്രേക്ഷകരോടുള്ള അന്തിമമായ ആഹ്വാനം ഈ വിഷയത്തിലുള്ള അന്തിമ ആഹ്വാനം എന്താണെന്ന് വെച്ചാൽ, ഫൈനൽ കോൾ ഇതാണ്. 3 വലിയ മാറ്റങ്ങൾക്കുള്ള ആഹ്വാനത്തോടെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നത്. എന്താണ്? മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുന്നത് ഇന്നേ നിർത്തുക. കാണുന്നതിന് അടിയിൽ മുഴുവൻ കമന്റ് അടിക്കാനായി നെഗറ്റീവ് കമന്റുകൾ അടിക്കുന്ന അടക്കമാണ് ഞാൻ പറയുന്നത്. നമുക്കതൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ കമന്റ് അടിക്കേണ്ടവരും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കമന്റ് അടിക്കണ്ടേ എന്ന് ചോദിക്കും. ഒരു കാര്യവും ഇല്ലാതെ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പം വലിയ മാറ്റങ്ങൾക്ക് മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുന്നത് നിർത്തിക്കൊണ്ട് നമ്മൾ തന്നെ നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക.
ഞാൻ ഈ കമന്റ് അടിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞല്ല കേട്ടോ. അവരാണ് നമ്മുടെ ഊർജ്ജം. അവരാണ് നമ്മുടെ ഊർജ്ജം. ദയവായി ക്ഷമിക്കണം. നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കമന്റ് അടിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായും ഉണ്ട്. ആ കമന്റുകളെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ അതിനകത്ത് പരിഹരിക്കേണ്ട കാര്യങ്ങൾ സെൽഫ് കറക്ഷൻ നമ്മൾ തീർച്ചയായും നടത്തുന്നുണ്ട്. അത് വേണം താനും. ഞാൻ മറ്റുള്ളവരെ സാഹചര്യങ്ങളോട് കുറ്റപ്പെടുത്തുന്നതാണ് നിർത്തണം എന്ന് ഞാൻ പറഞ്ഞത്. പോസിറ്റീവായിട്ട് എടുത്താൽ മതി. നമുക്ക് ഈ കമന്റുകളിലൂടെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തന്നെ ചെയ്യാം. തീർച്ചയായും നമ്മൾ ഇന്ന ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു. അഭിപ്രായങ്ങൾക്ക് പണ്ട് E.K. നായനാർ, മുഖ്യമന്ത്രി E.K. നായനാർ ചോദിച്ച പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇന്ന സ്ഥലത്ത് ഇന്നയാൾ കമന്റ് അടിക്കുന്നു, കമന്റ് പറയുന്നു, അതിന്റെ മറുപടി അത് രസകരമായിരിക്കും. മറ്റൊന്ന്, നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും ഞാനാണ് അതിന് ഉത്തരവാദി, യെസ് ഞാനാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നാണ്. ഭാഗ്യം നിങ്ങളെ തേടി വരുന്നത് വരെ കാത്തിരിക്കാതെ ഇന്ന് ഒരു ചെറിയ ചൂട് മുന്നോട്ട് വെക്കുക. ഭാഗ്യം വരട്ടെ, നാളെ വന്നിട്ടിറങ്ങാം, നാളെ ആവട്ടെ, മഴ മാറട്ടെ, വെയിലാവട്ടെ, തണുപ്പാണല്ലോ എന്നൊന്നും പറയാതെ ഇന്ന് തന്നെ ഒരു ചെറിയ ചൂട് മുന്നോട്ട് വെക്കുക. എന്റെ സമയം ശരിയായിട്ട് ചെയ്യാം. അങ്ങനെ ഒരു സമയമില്ല, ഇപ്പോൾ തന്നെയാണ്, ഈ നിമിഷമാണ് എന്നാണ് പറയുക. അവസാനത്തിൽ നിന്നും ആരംഭിക്കുക എന്നൊരു വേർഡുണ്ട്, ഒരു പ്രയോഗമുണ്ട്. ഒരു പ്രോസസ്സാണത്. അവസാനത്തിൽ നിന്നും ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട നമ്മുടെ പ്രവൃത്തി അതിനെ വിഭജിച്ച് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്ത് ഏറ്റവും അവസാനത്തിൽ എത്തിയിട്ട് ആ അവസാനത്തിൽ നിന്നും ആരംഭിക്കുക, ഏറ്റവും ഒടുവിൽ നിന്ന് ആരംഭിക്കുക. മനസ്സുകൊണ്ട് അതിന്റെ റിസൾട്ട് ഇന്നതാണെന്ന് കണ്ടുകൊണ്ട് അവിടെ പോയിട്ട് പുറകോട്ട് തിരിയുക. വിജയിച്ച എല്ലാ ആളുകളും ഇത് ചെയ്യും. ഒരു സ്ഥലമെടുക്കുമ്പോൾ ആ സ്ഥലത്ത് വെച്ച് പൂർത്തിയാക്കാനുള്ള അവരുടെ ഒരു സൗധം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അതിന്റെ ബ്ലൂ പ്രിന്റ് മാത്രമല്ല, ഇത് എങ്ങനെ ഇരിക്കും എന്നത് അവർ ആ അവസാനം അതിന്റെ ഓപ്പൺ ചെയ്ത ആ ഉദ്ഘാടന ദിവസം വരെ അവരുടെ കയ്യിലുണ്ടാവും. അല്ലെങ്കിൽ അവിടുത്തെ പരിപാടി നടക്കുന്ന, അതിന്റെ പ്രോസസ്സ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അവിടെ നിന്ന് അവർ പുറകോട്ട് പോയി ആ അവസാനത്തിൽ നിന്നും ആരംഭിച്ച് പുറകോട്ട് വന്ന് ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഈ നിമിഷത്തിലാണ്. ആരംഭിക്കാനുള്ള ഏറ്റവും മികച്ച സമയം ഇപ്പോൾ തന്നെയാണ്. അതാണ് അവസാനത്തിൽ നിന്നും ആരംഭിക്കുക എന്നത്. ഈ എപ്പിസോഡിന്റെ ഈ വലിയ യാത്രയുടെ ഈ ഭാഗ്യം വരുന്ന വഴികളുടെ ഏറ്റവും ഒടുവിൽ നമ്മൾ ആകത്തുക പറയുമ്പോൾ, ഭാഗ്യം എന്നത് നിങ്ങളുടെ ഉള്ളിൽ നിർമ്മിച്ചെടുക്കുന്ന ഒരു വെളിച്ചമാണ് കേട്ടോ. ഭാഗ്യം എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുക്കുന്ന ഒരു വെളിച്ചമാണ്. ആ വെളിച്ചമുണ്ടെങ്കിൽ ഏത് ഇരുട്ടിലും നിങ്ങൾക്ക് വഴി കണ്ടെത്താം. ആ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഏത് ഇരുട്ടിലും പോകാൻ പറ്റും, ഏത് പ്രയാസത്തിലും നിങ്ങൾക്ക് പോകാൻ പറ്റും. ജീവിക്കുന്ന ഓരോ നിമിഷവും ഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഒരു ഭാഗ്യമാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ ഫൗണ്ടേഷന്റെ കഴിഞ്ഞ ദിവസം പോയില്ലേ, സതീഷ് പോയില്ലേ, ഇഷ ഫൗണ്ടേഷന്റെ സ്ഥാപകൻ സദ്ഗുരു പറയുന്ന, അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും പറയുന്ന ഒരു സന്ദേശമുണ്ട്. ഓരോ ദിവസവും നാം ഉണരുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഇല്ല എന്ന്. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നു, ഇന്ന് ഞാൻ മരിച്ചിട്ടില്ല. ഓരോ ദിവസവും ഉണർന്നെണീക്കുമ്പോൾ ഐ ആം സ്റ്റിൽ അലൈവ്, അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല എന്ന് പറയും. അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവും. നന്ദി.